ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് 2 ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇനി ഇതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുത്തിട്ട് 6x6 സെൻറ്റിമീറ്ററിലൊന്ന് വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്ലിറ്റർ ഇല്ലാതെ സൈഡിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് ക്രോസ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പെൻസിൽ യൂസ് ചെയ്ത് വരച്ചതിൻ്റെ മുകളിലേക്ക് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. സെൻറ്ററിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. 4 സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. ഇനി ഞാനിവിടെ ഗ്ലൂ ഗൺ എടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 4 വശങ്ങളാണ് ഉള്ളത്. അതിലൊരു വശം എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. കുട്ടികളൊക്കെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കൈ നല്ലോണം പൊള്ളാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ കത്രിക എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് ഡയറക്റ്റ് ഒരിക്കലും കൈ കൊണ്ട് വെക്കരുത്. രണ്ടാമത്തെ വശവും അതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ വശം നമുക്കിതുപോലെ ഒന്ന് നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നാലാമത്തെ വശം നമുക്കൊരു വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വലുതും ചെറുതുമൊക്കെ ആയി പോകുന്നതുകൊണ്ട് ജസ്റ്റ് കത്രികേൻ്റെ ഏകദേശം ഒരളവ് വെച്ചിട്ട് അളന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് അളന്നിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. അപ്പോൾ താഴെ വശം ഉള്ളത് 2 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ മുകളിലുള്ള വശം താഴേക്കൊന്ന് മടക്കി നോക്കുമ്പോൾ കുറച്ച് വീതി കൂടിപ്പോയി. പിന്നെ അത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ പൂമ്പാറ്റേൻ്റെ കൊമ്പ് പോലെയൊക്കെ ആയി കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് കുറേ ടൈം ഞാൻ നോക്കി ഇങ്ങനെ ചെയ്താലോ എന്ന്. പിന്നെ വിചാരിച്ചു അത് വേണ്ട, പിന്നെ ആക്കാൻ ഉദ്ദേശിച്ചത് ഇതുപോലെയല്ല. അപ്പോൾ പിന്നെ ഉദ്ദേശിച്ച മാതിരി തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതൊന്ന് ബേക്കിലേക്കൂടെ ചുറ്റിയിട്ട് മുമ്പിലേക്കൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഗ്ലൂ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ കുറച്ചധികം ഭാഗം പുറത്തേക്ക് വരും. അത് ബേക്കിലേക്ക് കൂടി ഒന്ന് ചുറ്റിയിട്ടും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ പഴയൊരു ഹെയർ ക്ലിപ്പ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒറ്റൊന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുട്ടികളുടെ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഒരു ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ബട്ടർഫ്ലൈനും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഈ ഫോം ഷീറ്റ് ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ റൗണ്ടിലുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നേർപകുതി എല്ലാത്തിലും കുറച്ച് കയറ്റിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യത്യാസത്തിൽ കിട്ടും, ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ട്. ഇനി ആ ചെറിയ സൈസിലുള്ളത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നേരെ ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ കിട്ടും. അവിടെ നമുക്കൊന്ന് ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി മടക്കിയതിൻ്റെ പുറം വശത്ത് നമുക്ക് താഴെയായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കാം. എന്നിട്ട് താഴോട്ടേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്കതിൻ്റെ മുൾവശവും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാം. അതിൻ്റെ 2 അറ്റവും നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു വേണ്ട, ഡയറക്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ആദ്യം ചെയ്ത് കൊടുത്തതിനെക്കാട്ടിയും ഇതാണ് എളുപ്പം. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഗ്ലൂ ആക്കി കൊടുക്കാം. ഗ്ലൂ ഗണ്ണാവുമ്പോൾ അതിൻ്റെ നാരൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ചെറുത് താഴെയും വലുത് മുകളിലുമായിട്ട് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ആക്കിയാൽ തന്നെ അവിടെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഗ്ലൂ ആക്കിയതിന് ശേഷം അവിടെ കുറച്ച് ടൈം ഒന്ന് സ്റ്റിക്കാകുന്ന വരെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം.
ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടെ ചുറ്റിയെടുക്കാനായിട്ട് ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് ഗ്ലൂ ആക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ഭാഗം ബേക്കിലേക്ക് കൂടെ ചുറ്റിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി വേറൊരു ചെറിയ പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകൾ വശത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഹെയർ ബാൻഡിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം, ഹെയർ ക്ലിപ്പിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവ് ആയിട്ടിരിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. താങ്ക്